ക്ലാസ് 6 മാത്സ് സമ്മേറ്റീവ് അസസ്മെന്റ് 2025-26 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. വെൽക്കം ടു ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 മാത്സ് ഓണം എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ആദ്യം വായിച്ച് നോക്കാം. ഫസ്റ്റ് 15 മിനിറ്റ്സ് അലോട്ടഡ് ടു സ്കൂൾ ഓഫ് ടൈം ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും കെയർഫുള്ളി നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം, എന്നിട്ട് ആൻസർ എഴുതുക. ആൻസർ ഓൾ 6 ക്വസ്റ്റ്യൻസും 6 ആക്ടിവിറ്റീസിന് നമ്മൾ ആൻസർ ചെയ്താൽ മതി. മൊത്തം 8 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതിൽ 2 ആക്ടിവിറ്റീസ് നമുക്ക് ഓപ്ഷനാണ്. നമുക്ക് ഏറ്റവും അറിയാവുന്ന 6 എഴുതാനാണ്. 2 ക്വസ്റ്റ്യൻസ് ആർ ക്വസ്റ്റ്യൻസ് ഇൻ 3 and 4 അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദി ഫോളോയിങ്. അപ്പം 3ലും 4ലും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ഓപ്ഷനാണ്. അപ്പോൾ അതിൽ അറിയാവുന്ന ഏതെങ്കിലും ഒന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റർ. വൺ ഓഫ് ദ ആംഗിൾസ് ദ ട്രയാങ്കിൾ ഈസ് 40 സെൻറ്റിമീറ്റർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. പക്ഷെ സർക്കിളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? അപ്പോൾ ക്വസ്റ്റ്യന് ഫസ്റ്റ് എന്താണ്? വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡ്. ഈ സർക്കിളിൽ ഈ ഒരു ഭാഗം ആണ് ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 360 ആണ്. ടോട്ടൽ ഒരു സർക്കിളിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 360 ആണ്. ഇവിടെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്? 40 ആണ്. അപ്പോൾ 40/360 കണ്ടാൽ നമുക്ക് എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ 40/360 ഇവിടെ നമ്മൾ സീറോസും കട്ട് ചെയ്തു. ഇവിടെ 4ഉം 36ഉം ഉണ്ട്. 4ഉം 36ലും കോമൺ ആയിട്ടുള്ള ഏതാണ്? 4 ആണ്. 4 ഡിവൈഡഡ് ബൈ 4, 36 ഡിവൈഡഡ് ബൈ 4. 4 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് 1. 36 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് 9. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ്? 1/9. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കാം. The center angle of the shaded section is 40 degree. Put the angle over the total circle angle, that is 40/360. ഒരു സർക്കിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 360 ആണ്. അതിൽ 40 ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ 40നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 360നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇത് രണ്ടും സീറോസ് കട്ട് ചെയ്തിട്ട് പിന്നെ 4നെ നമുക്ക് 4 കൊണ്ടും 36നെ 4 കൊണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 1/9 ആണ് കിട്ടുക. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ട് എന്താണ്? മെഷർ ആൻഡ് റൈറ്റ് ദ അതർ 2 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ബാക്കി 2 ആംഗിൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ അറിയാം ഇത് ഈക്വൽ ആണ്. ഈ 2 സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 180 ആണ്. അപ്പോൾ ഇതിൽ 40 തന്നിട്ടുണ്ട് അല്ലേ? 180. അപ്പോൾ നമുക്ക് 180 - 40 ചെയ്യാം. അപ്പോൾ 140. അപ്പോൾ 140 ആണ്. ഇത് രണ്ടും കൂടെ 140 ആണ്. ഇത് ഈക്വലും ആണ്. അതായത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക എത്ര? 70 ഡിഗ്രി ആണ്. മനസ്സിലായല്ലോ? ആദ്യം നമുക്ക് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അതിലിവിടെ 40 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണ്. അതായത് ഈ 2 ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ 180 നിന്ന് 40 പോയാൽ 140 ആണ്. ഈ 140നെ നമ്മൾ രണ്ടിനും തുല്യമായി വീതിച്ച് കൊടുത്താൽ നമുക്ക് 70 ഡിഗ്രി ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ്റെ ആൻസറും കിട്ടിയല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദിസ്? ഇങ്ങനെ എത്ര ട്രയാങ്കിൾ വരയ്ക്കുക? ഇതിൽ ഇങ്ങനെ എത്ര ട്രയാങ്കിളും നമുക്ക് വരയ്ക്കാം. കൗണ്ട്ലെസ്, ഇൻഫിനിറ്റി എന്നൊക്കെ പറയാം. കൗണ്ട്ലെസ് ആയിട്ട് നമുക്ക് വരയ്ക്കാം. എണ്ണാൻ പറ്റാത്തത്ര വിധം ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ദ ട്രയാങ്കിൾ ഇൻസൈഡ് ദ സർക്കിൾ? ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള ട്രയാങ്കിളിനെ കുറിച്ചിട്ടുള്ള ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. വൺ ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അത് തെറ്റാണ്. ഇവിടെ ഒരു റൈറ്റ് ആംഗിളും ഇല്ല. റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 90 ഡിഗ്രി വരുന്ന ആംഗിളിനെ, അത് അങ്ങനെയുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയും. ഇവിടെ ഒരൊറ്റ ഒന്നും 90 ഡിഗ്രി ഇല്ല. അതുകൊണ്ട് അത് തെറ്റാണ്. ദ 2 സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അത് ശരിയാണ്. ഈ 2 സൈഡും ഈക്വൽ ആണ്. അത് ശരിയാണ്. പിന്നെ ദ 3 സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ഈക്വൽ. 3 സൈഡ് ഈക്വൽ അല്ല. ഇത് രണ്ടും മാത്രമേ ഈക്വൽ ഉള്ളൂ. ഇത് ഈക്വൽ അല്ല. അപ്പോൾ അത് തെറ്റാണ്.
The three angles of the triangle are less than 90 degree. എല്ലാം 90 ഡിഗ്രി കുറവാണ്. ശരിയാണ്. ഒന്ന് 40 ആണ്, ഒന്ന് 70 ആണ്, ഒന്ന് 70 ആണ്. എല്ലാം 90 ഡിഗ്രി ലെസ് ആണ്. അതും ശരിയാണ്. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ് ശരി? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ആണ് ശരി. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷനാണ് നോക്കുക? നമ്മുടെ 2ഉം 4ഉം ആണ് ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 2 ആൻഡ് 4 ആണ് കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The inner length and width and height of a rectangle water tank are 90, 70, 50 centimeter. ഇത് നമുക്ക് വോളിയം കാണാനുള്ള ഒരു പ്രോബ്ലം ആണ്. ഇന്നർ ലെങ്ത് 90 ആണ് തന്നിട്ടുണ്ട്. പിന്നെന്താണ് തന്നിട്ടുള്ളത്? വിഡ്ത്ത് എത്രയാണ്? 70 ആണ്. അതേപോലെ തന്നെ ഹൈറ്റ് തന്നിട്ടുള്ളത് 50 ആണ്. ഒക്കെ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ടാങ്ക്? ജസ്റ്റ് നമ്മൾ ഇൻറ്റു ചെയ്ത് നമുക്ക് വോളിയം കിട്ടി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Now the tank holds 189 liters of water. How high is water in the tank? അപ്പം ഇത്രയും ലിറ്റർ വെള്ളം അത് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ഹൈറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വോളിയത്തിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഫോർമുല കറക്റ്റ് എഴുതണം. നമുക്ക് ആൻസർ നമ്മൾ ചിലപ്പോൾ കാൽക്കുലേഷനിൽ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോവരുത്. പക്ഷേ ഇൻ കേസ് നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ ഇത് ശരിയാണോ ഇൻറ്റു ചെയ്തൊക്കെ ശരിയാണോ എന്ന് നമ്മൾ നോക്കണം. ഫസ്റ്റ് തന്നെ എഴുതി അങ്ങോട്ട് പോകരുത്. ഒന്നും കൂടി നമ്മളതൊന്ന് ടെസ്റ്റ് ചെയ്യണം. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ഫോർമുല ആദ്യം എഴുതിയേക്കണം. അപ്പോൾ നമുക്കറിയാം, ടീച്ചർക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ഈ ഫോർമുലയൊക്കെ അറിയാം, നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു മാർക്ക് കിട്ടാതിരിക്കില്ല. അപ്പോൾ വോളിയത്തിൻ്റെ ഫോർമുല അവിടെ എഴുതി വെക്കുക. വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവല്ലോ, ഇത് വോളിയം കാണാനാണെന്ന് നമുക്ക് മനസ്സിലാവും. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ടാങ്ക്? അപ്പോൾ നമ്മൾ ആ വോളിയത്തിൻ്റെ ഫോർമുല അവിടെ എഴുതി വെക്കുക. ഇനി ലെങ്ത് 90 ആണ്, 70 ആണ്, 50 ആണ്. അപ്പോൾ നമ്മുടെ അത് ചെയ്യുക. ആദ്യം നമ്മൾ 90 ഇൻറ്റു 70 ചെയ്യുക. ഓക്കെ, അപ്പം 0 ഇൻറ്റു 0, 0 ഇൻറ്റു 0, 7 ഇൻറ്റു 0, 0, 7 ഇൻറ്റു 9 എത്രയാണ്? 63. അപ്പം നമുക്ക് എത്ര കിട്ടിയത്? 6300. ഇനി നമ്മൾ തീർന്നില്ല. ഈ 6300നെ നമ്മൾ വീണ്ടും 50 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 0 0 0 0 കൊണ്ട് എന്ത് നമ്മൾ ഇൻറ്റു ചെയ്താൽ 0 ആണ്. 5 ഇൻറ്റു 0 0, 5 ഇൻറ്റു 0 0, 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. അതിൽ ബാലൻസ് ഉള്ള 1 നമ്മളിവിടെ ഇട്ടു. 5 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. 30 പ്ലസ് ഈ ബാലൻസ് ഉള്ള ഒന്നും കൂടി നമ്മൾ ആഡ് ചെയ്ത് എഴുതണം. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ഇത്രയാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇവിടെ കണ്ടല്ലോ, 3,15,500. ഇത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷനൊക്കെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമുക്ക് 1 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്ര ലിറ്റർ ആണ്? അപ്പോൾ നമുക്ക് ആ ലിറ്ററിലേക്കൊക്കെ ജസ്റ്റ് നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സിമ്പിളാണ്. സീറോസും കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 315 ലിറ്റർ ആണ് ഉള്ളത്. നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം വരുന്നുണ്ട്. ബാക്കി ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നൗ ദ ടാങ്ക് ഹോൾഡ്സ് 189 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഹൗ ഹൈ ഈസ് വാട്ടർ ടാങ്ക് ഇൻ ദ ടാങ്ക്? ഇപ്പം ഇത് വേറൊരു കണക്കാണ് കേട്ടോ. ഇത് ആ കണക്കല്ല, ഇത് അതിൻ്റെ ബാക്കിയല്ല. 189 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഇപ്പം ടാങ്കിലുണ്ട്. 189 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഉണ്ട്. അപ്പോൾ എത്ര ഹൈറ്റ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേപോലെയുള്ള നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇവിടെ 189 ലിറ്റേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് എത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നമ്മൾ ആദ്യം അത് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, 189 ലിറ്റേഴ്സിനെ ക്യൂബിക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റും. ഒരു പ്രയാസവും ഇല്ല. നമ്മൾ നേരത്തെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തതല്ലേ. അപ്പോൾ ക്യൂബിക്കിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 0 ആഡ് ചെയ്ത് കൊടുക്കുക. 3 zeros നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതാണ് നമ്മുടെ വോളിയം. അതായത് ആ ടാങ്കിൽ ഇത്രയും വെള്ളമുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഹൈറ്റാണ് നമ്മൾ കാണേണ്ടത്. ബാക്കി രണ്ടും നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ലെങ്ത്തും വിഡ്ത്തും നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. 90 ഇൻറ്റു 70. ഓക്കെ,
അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ബേസ് ഏരിയ ഓഫ് എ ടാങ്ക് ലെങ്ത് ഇൻറ്റു വെഡ്ത്ത്, അതായത് 90 ഇൻറ്റു 70 നമ്മൾ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 6300 സെൻറ്റിമീറ്റർ കിട്ടും. ഇനി നമ്മുടെ ഹൈറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഹൈറ്റ് കാണാൻ വോളിയം, അല്ലെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഹൈറ്റ് കാണാൻ വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. അപ്പോൾ നമ്മൾ ആദ്യം ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അവിടെ ഇൻറ്റു ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വോളിയം എന്ന് പറയുന്നത് 1,89,000 ആണ്. 6300 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്തിനാണ്? ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സീറോസ് ഒക്കെ കട്ട് ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 30 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്കിനി ലെങ്ത് കാണാനൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ലെങ്ത് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ഹൈറ്റ് ആണെച്ചാൽ അതിനെ ഇൻറ്റു ചെയ്ത് ഇതേപോലെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ചേഞ്ച് ഇൻ ദ വോളിയം of the tank if it is length, width, height are doubled? ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഡബിൾ ആക്കാൻ വെച്ചാൽ വോളിയം ഡബിൾ ആകോ? The volume is doubled. The volume is increased 4 times. The volume increases by 16 times. The volume increases by 8 times. അപ്പോൾ നമ്മൾ ഓർക്കാണ്ട് നമ്മളൊന്നും ചെയ്യരുത്. നമ്മൾ വോളിയം ലെങ്ത് ഡബിൾ ആയാൽ വോളിയം ഡബിൾ ആവും എന്നാണ് നമ്മൾ വിചാരിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അങ്ങനെ തന്നിരിക്കുന്നത്, ദ വോളിയം ഈസ് ഡബിൾഡ്. പക്ഷെ അത് കറക്റ്റ് അല്ല. എന്താണ് കറക്റ്റ്? അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കൂ, ഇവിടെ ന്യൂ ലെങ്ത്, പുതിയ ലെങ്ത് ആണ്. അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ ലെങ്ത് വിഡ്ത്ത്, ഓക്കെ, ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ്, ഓക്കെ, ഇങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ഡബിൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡബിൾ ചെയ്യുക. അപ്പോൾ 10, അപ്പോൾ ഇതിപ്പോൾ ഒരു സാധാരണ വോളിയാണ്. 10 ഇൻറ്റു 5 50, 50 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 150 ആണ്. നമ്മളോട് പറയുന്നത് ഇതൊക്കെ ഡബിൾ ചെയ്യുക. അതായത് 10ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 20, 5ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 10, 3ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 6. ഡബിൾ ചെയ്താൽ എത്രയായിരിക്കും? 20 ഇൻറ്റു 10 200, 200 ഇൻറ്റു 6 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1200. അതായത് ഈ 150യും 1200ഉം എത്രയാണ്? അതായത് 150ൻ്റെ 8 മടങ്ങാണ്, 8 ടൈംസ് ആണ് ഈ 1200 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നമ്മൾ അതായത് ന്യൂ ലെങ്ത് 2 ഇൻറ്റു എൽ, 2 ഇൻറ്റു ഡബ്ല്യു, 2 ഇൻറ്റു ഹൈറ്റ്. ഇപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു, അതായത് ദ വോളിയം ഇൻക്രീസസ് ബൈ 8 ടൈംസ് ആണ്. ഓക്കെ, ഡബിൾ ആവുകയല്ല ചെയ്യുക, 8 ടൈംസ് ആണ് ആവുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 3 എയും ബിയും ഉണ്ട്. ഇത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. പക്ഷെ നേരത്തെ പറഞ്ഞതൊക്കെ കറക്റ്റ് ചെയ്യണം, അതിനും ഓപ്ഷനോ ഒന്നുമില്ല. ഇതിൽ 3 എയിലും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3A 3B എന്ന് പറഞ്ഞിട്ടുണ്ട്. 4ലും അങ്ങനെ തന്നെ എയും ബിയും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ, നമ്മുടെ ഫ്രാക്ഷൻസ് ആണ്. By which number should be numerator and denominator divided to get the lowest form of 12, 15? 12 by 15ൻ്റെ ലോവസ്റ്റ് ഫോം ആവാൻ നമ്മൾ എന്തുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം? ഏത് നമ്പർ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്? അല്ലേ? അപ്പോൾ 12ൻ്റെയും 15ൻ്റെയും ഫൈൻഡ് ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 12 and 15 വിച്ച് ഈസ് 3. അല്ലേ? 12ൻ്റെ നമ്മൾ 12ൻ്റെ സിംപ്ലസ്റ്റ് ഫോം 12ലും 15ലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? 3 ആണ്. അല്ലേ? നമുക്ക് ആദ്യം 1 അല്ല, നമ്മൾ 2 നോക്കിയാൽ വെച്ചാൽ നമുക്കറിയാം ഇവിടെ 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇതിൽ പറ്റില്ല. നെക്സ്റ്റ് നമ്മൾ 3 കൊടുക്കുക വെച്ചാൽ നമുക്കറിയാം ഇതിൽ രണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണ്? 3 ആണ്. അപ്പം 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് കിട്ടുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 12നെ ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 4, 15നെ ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 5. 3 നമ്മൾ ചെയ്താൽ ഏത് നമ്പർ കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്? 3 കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ലോവസ്റ്റ് ഫോം കിട്ടുക. ലോവസ്റ്റ് ഫോം നമ്മൾ അവിടെ എഴുതി. ഇനി അടുത്ത, if 16 cakes are divided equally among 6 people, the portion of each person gets is the same if 8 cakes is divided. Second question, if 16 cakes are divided equally among 6 people, the portion that each person gets is the same if 8 cakes are divided equally among how many people? Okay, അപ്പോൾ 16 cakes are divided 6 people. നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
When 16 cakes are shared among 6 people, each person gets 16/6. അപ്പോൾ നമ്മുടെ കേക്ക് 16 പീസ് കേക്ക് 6 പേർക്ക് വെച്ച് ഷെയർ ചെയ്ത് 16/6 നമുക്ക് കിട്ടും അല്ലേ. സിംപ്ലിഫൈങ് 60/6 ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 2. നമ്മൾ രണ്ടിനെയും 2 കൊണ്ട് ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുക എത്രയാണ്? 8/3 ആണ്. Therefore, sharing 16 cakes among 6 people is the sharing ഈ 16 cakes among 6 people, അതായത് 16 പേർക്ക് 16 കേക്ക് 6 പേർക്ക് ഷെയർ ചെയ്യുന്നത് 8 കേക്ക് 3 പേർക്ക് ഷെയർ ചെയ്യുന്നതിന് ഈക്വൽ ആണ്. അപ്പോൾ എന്താണ്? 3 people എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തത് 42 meters of cloth were brought for shirt of the uniform. എത്ര മീറ്റർ ആണ്? 42 മീറ്റർ. 42 മീറ്റർ. ഇറ്റ് വാസ് കട്ട് ഈക്വലി ടു 24 സ്റ്റുഡൻസ്. അത് 24 കുട്ടികൾക്ക് ഈക്വലി ഡിവൈഡ് ചെയ്തു. അപ്പം തന്നെ നമ്മളെ മനസ്സിലേക്ക് എന്താണ് വരേണ്ടത്? 42 ഡിവൈഡഡ് ബൈ 24 അല്ലേ. 42 മീറ്റർ ക്ലോത്ത്സ് ആണ്, 24 സ്റ്റുഡൻസിനാണ് അത് ഡിവൈഡ് ചെയ്തത്. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ഈച്ച് ഡിഡ്. അപ്പൊ എത്ര കിട്ടും? ഓരോ കുട്ടിക്കും എത്ര കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എഴുതി നോക്കാം. ടോട്ടൽ ക്ലോത്ത് എത്രയാണ്? 42 ആണ്. സ്റ്റുഡൻസോ 24, 24 ആണ്. ഷെയർ ഓഫ് ഈച്ച് സ്റ്റുഡൻറ് ദാറ്റ് ഈസ് 42 ഡിവൈഡഡ് ബൈ 24. അപ്പൊ നമ്മൾ 42നെയും 24നെയും നമുക്ക് കോമൺ ആയിട്ടുള്ള എടുക്കണം. അപ്പോൾ കോമൺ ആയിട്ട് ഇവിടെ വരുന്നത് എന്താണ്? 6 ആണ്. 48ലും 24ലും കോമൺ ആയിട്ട് വരുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ 42നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 42നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 7 ആണ് കിട്ടുന്നത്. 24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4 ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അറിയാലോ? 7/4. അപ്പോൾ 7/4 നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ 7ൽ 4 1 ടൈം ആണ്. ഓക്കെ, അപ്പം ബാലൻസ് 3 ആണ് ഇവിടെ വരുന്നത്. അത് നമ്മളിനി എങ്ങനെ എഴുതും? നമ്മുടെ ആൻസർ കിട്ടിയ 1 നമ്മൾ ഇവിടെ എഴുതാം, നമ്മുടെ ബാലൻസ് ഉള്ളത് ഇവിടെ എഴുതുക, നമ്മൾ ഡിവൈഡ് ചെയ്തത് 4 ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ്? 134 മീറ്റർ ആണ്. നിങ്ങളിത് നല്ലവണ്ണം നോക്കി മനസ്സിലാക്കുക. നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 42 ഡിവൈഡഡ് ബൈ 24 അതിന് ഏറ്റവും ലേറ്റസ്റ്റ് സിംപ്ലസ്റ്റ് ഫോർമുലയാക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് പോകുന്ന ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. എന്നാലേ 6 ആണ് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് പോവാന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണം. 42 ഡിവൈഡഡ് ബൈ 6, 24 ഡിവൈഡഡ് ബൈ 6. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കത് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. നമ്മൾ 14 24നെ നമുക്കറിയാമല്ലോ, രണ്ടും 2ൽ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 42 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ പകുതി ആക്കുക എന്നാണ് അർത്ഥം അല്ലേ. 42ന്റെ പകുതി 24ന്റെ പകുതി 12. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ നോക്കുക. ഇതിൽ നമുക്ക് അറിയാൻ 2 കൊണ്ട് എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഓഡ് നമ്പറും ഇത് ഈവൺ നമ്പറും ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ 21ലും 12ലും പോകുന്ന എന്താണ്? 21ലും 12ലും പോകുന്നത് 3 ആണ്. അപ്പോൾ 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്രയാണ്? 7/4. അതാണ് നമ്മളിവിടെ ഒറ്റയടിക്ക് ചെയ്തത്. 42 ഡിവൈഡഡ് ബൈ 6, 24 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ അത് ചെയ്ത് നോക്കുക. പിന്നെ 7/4നെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലാക്കി. അപ്പോൾ ഓരോ കുട്ടിക്കും വേണ്ടത് 1.25 മീറ്റർ ആണ്. 1 3/4 മീറ്റേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് പ്രോബ്ലം. എന്താണ്? ഡി ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡി നോക്കാം. എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇറ്റ്സ് റീസൺ ആർ ഗിവൺ. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിന്റെ റീസണും തന്നിട്ടുണ്ട്. ABCD 4 ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ അത് നമ്മൾ എഴുതണം. ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെന്റും റീസണും ശരിയാണോ നോക്കാം. 2/3 is the lowest form of 24/36. ഈ 2/3 എന്ന് പറയുന്നത് 24/36 ലോവസ്റ്റ് ഫോം ആണ്. ലോവസ്റ്റ് ഫോം ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 24, അപ്പോൾ നമുക്കത് 24ലും 36ലും കോമൺ ആയിട്ട് പോകുന്നത് 12 ആണ് അല്ലേ. 12 ആണ്.
അപ്പോൾ 12 24-ൽ എത്ര ടൈംസ് പോകും? 2. 36-ൽ 12 3. അപ്പോൾ 2/3 അത് ശരിയാണ്. ഇത് 24/36-ൻ്റെ ഏറ്റവും ചെറിയ ഫോമാണ് 2/3. അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി റീസൺ ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 25 ആൻഡ് 36 ഈസ് 12 വെൻ ദ ന്യൂമറേറ്റർ ഈസ് ഡിവൈഡഡ് ബൈ 2 ദ റിസൾട്ട് ഈസ് 2/3. അത് ശരിയാണ്, നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്, റീസണും ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ്, റീസൺ ഈസ് റോങ്, അത് തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ റൈറ്റ്, അതാണ് ശരി. ഇതൊക്കെ തെറ്റാണ്. അപ്പോൾ ബി സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഓപ്ഷൻ ബി ആണ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്തത് 3B. 3A 3B ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. റൈറ്റ് 2 ഫോംസ് ഓഫ് 1/3 1/5 ഹാവിംഗ് ദ സെയിം ഡിനോമിനേറ്റർ. സെയിം ഡിനോമിനേറ്റർ ഉള്ള 2 ഫോംസ് എഴുതാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ, വിൽ 21/27 ബി ദർ ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 2/3 വൈ. പിന്നെ ഫൈൻഡ് ദ റൈറ്റ് ആൻസർ വെൻ ദ കോളം എ ആൻഡ് ബി ആർ മാച്ച്ഡ്. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. റൈറ്റ് 2 ഫോംസ് ഓഫ് 1/3 1/5 ഹാവിംഗ് ദ സെയിം ഡിനോമിനേറ്റർ. ഇവിടെ പറഞ്ഞത് ഈ 1/3ക്കും 1/5നും സെയിം ഡിനോമിനേറ്റർ ആവണം എന്ന്. അങ്ങനത്തെ 2 ഫോംസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഏതായിരിക്കും സെയിം ഡിനോമിനേറ്റർ ആവാൻ നമ്മൾ എങ്ങനെ നോക്കും? ആദ്യം മൾട്ടിപ്പിൾ ഓഫ് 3 എഴുതാം. അപ്പം 3 എഴുതുമ്പോൾ 3 6 9 12 15. ഇനി 5 എഴുതുമ്പോൾ 5 10 15 20. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എന്താണ്? 15 ആണ് അല്ലേ? അപ്പോൾ 15 ആണ് കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ടത് 1/3നെയും 1/3 1/5 1/3 നമുക്ക് 15 ആണ് കിട്ടേണ്ടത്. 1/5 ഇതും 15 ആണ് നമുക്ക് ഡിനോമിനേറ്റർ കിട്ടേണ്ടത്. ഓക്കെ, 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാ 15 കിട്ടുക? 5 കൊണ്ട് ഇൻറ്റു ചെയ്താലാ 15 കിട്ടുക. അപ്പോൾ നമ്മൾ എന്താക്കണം? ന്യൂമിനേറ്ററിനെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 5/15. ഇനി അതേപോലെ തന്നെ നമ്മൾ 5നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 15 കിട്ടുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 15 കിട്ടുക. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 3/5. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. 5/15ഉം 3/15ഉം ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിൽ 21/27 ബി ദർ ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 2/3 വൈ. ഈ 21/27 2/3ൻ്റെ ഡിഫറെൻറ്റ് ഫോം ആവുമോ എന്നാണ് ചോദിച്ചത്. അല്ലെങ്കിൽ എന്തുകൊണ്ട്? അപ്പം ആവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ 21/27 ഓക്കെ, simplify by finding its highest common number that divides both 21 and 27, which is 3. അപ്പോൾ 21ലും 27ലും കോമൺ ആയിട്ട് പോകുന്ന നമ്പർ ഏതാണ്? 3 ആണ്. ഏതായാലും 2 ഉണ്ടാവില്ല, കാരണം ഇത് ഓഡ് നമ്പർ ആണല്ലേ. ഇവിടെ നമ്മൾ ഓഡാണ് വരുന്നത്, അതുകൊണ്ട് 2 അല്ല. അടുത്ത നെക്സ്റ്റ് നമ്പർ 3 ആണ്. അതായത് 21നും 27ലും പോകുന്നത് ഏതാണ്? 3 ആണ്. കോമൺ ആയിട്ട് പോകുന്നത് 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 21 ഡിവൈഡഡ് ബൈ 3 27 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 7/9. അപ്പോൾ 7/9നെയും അതേപോലെ തന്നെ 7/9നെയും 2/3നെയും കമ്പയർ ചെയ്താൽ ഇത് ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഇത് ഈക്വൽ അല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കോളം എയും കോളം ബിയും മാച്ച് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 of 3 ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ പാർട്സസ്. അപ്പോൾ 3 ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. 3 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. അപ്പോൾ നമുക്ക് ഇതിനോട് മാച്ച് ചെയ്യാം. PZനോട് മാച്ച് ചെയ്യാം. ഇനി അടുത്ത 1 of 4 ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമുക്ക് അത് ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. പിന്നെ 2 of 1 ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. 2 of 1 ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ് വരുന്നത് 2 of 1 ഈക്വൽ ടു 2/3. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? P ഈക്വൽ ടു Z, Q ഈക്വൽ ടു Y, R ഈക്വൽ ടു X ആണ്. അത് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ.
നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്ത നാലാമത്തെ പ്രോബ്ലം. ഓക്കെ, നാലാമത്തെ പ്രോബ്ലം നോക്കാം. 4a-യും 4b-യും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. 1/2 plus 1/4 that is equal to 3/4. 3/4 plus 1/2 equal to 7/8. 7/8 plus 1/6 equal to 15/6. റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് പാറ്റേൺ. ഇതൊരു പാറ്റേൺ ആണ്. ഇതിൻ്റെ 2 ലൈനും കൂടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബിയും സിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ പാറ്റേണിൻ്റെ ഒരു കാര്യം നോക്കാം. എങ്ങനെയാണ് ഈ പാറ്റേൺ വരുന്നത്? ഇതിലൊരു കോമൺ കാര്യമുണ്ട്. എന്താന്ന് നോക്കാം. 1/2 പ്ലസ് 1/4 അല്ലേ? അത് കഴിഞ്ഞ് 3/4 പ്ലസ് 1/8. നെക്സ്റ്റ് 7/8 പ്ലസ് 1/16. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ 1/4ൻ്റെ ഡബിൾ ആണ് 1/8 അല്ലേ? 1/8ൻ്റെ ഡബിൾ ആണ് 1/16. അങ്ങനെയാണ് ഇവിടെ അഡീഷൻ നടന്നു പോകുന്നത്. അപ്പോൾ അടുത്ത എന്തായിരിക്കും? 15/16 പ്ലസ് 1/16ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 1/32. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 15/6 പ്ലസ് 1/32. ഓക്കെ, ഇനി ഇത് രണ്ടും ആഡ് ചെയ്യണം. 15/6 പ്ലസ് 1/32 നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ ഈ 15/6നെ നമ്മൾ എന്ത് ചെയ്യണം? 1/32 ഡിനോമിനേറ്ററിലേക്ക് ആക്കണം. അപ്പോൾ അതാക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്ത് നോക്കാം. 15/16 ഇൻറ്റു 2 ഇൻറ്റു 30/32. ഓക്കെ, അതായത് മേക്ക് ഡിനോമിനേറ്റർ ഈക്വൽ ബൈ മൾട്ടിപ്ലൈയിങ് 15/16/2. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് 15 ഇൻറ്റു 2 ദാറ്റ് ഈസ് 30. 16 ഇൻറ്റു 2 ദാറ്റ് ഈസ് 32. അപ്പോൾ രണ്ട് ഡിനോമിനേറ്റർ എന്താക്കി? ഈക്വൽ ആക്കി. ഈക്വൽ ആക്കാൻ നമ്മൾ എന്താ ചെയ്തത്? 15/16 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. എന്തുകൊണ്ടാണ് 2 കൊണ്ട് ഇൻറ്റു ചെയ്തത്? അതായത് 15/16 16 32 ഡിനോമിനേറ്റർ ആകാൻ 16 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ ആണ് 32 ആയത്. അതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 30/32 ആയത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരേ ഡിനോമിനേറ്റർ ആയി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. 30 + 1 31/32. അപ്പോൾ നമ്മുടെ അടുത്ത ലൈന് വരുന്നത് 15/16 പ്ലസ് 1/32 ഈക്വൽ ടു 31/32. ഇനി നമുക്ക് അടുത്ത ലൈൻ നോക്കണം അല്ലേ? അടുത്ത ലൈൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 30/32 പ്ലസ് 1/64. അതായത് 32ൻ്റെ ഡബിൾ ആണ് ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 32നെ നമ്മൾ 64ലേക്ക് ഡിനോമിനേറ്ററിലേക്ക് ആക്കണം. അത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 32 ഇൻറ്റു 2 64. അതേപോലെ തന്നെ നമ്മൾ 31 ഇൻറ്റു 2 ചെയ്യണം. 31 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 62 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ 62/64 കിട്ടി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ 1/64നെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 63/64 കിട്ടി. അപ്പോൾ 31 അടുത്ത ലൈൻ വരുന്നത് 31/32 പ്ലസ് 1/64 ഈക്വൽ ടു 63/64. അങ്ങനെ പാറ്റേണിൻ്റെ 2 ലൈനും നമ്മൾ ആഡ് ചെയ്തു. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് മിൽക്ക് ഈസ് കെപ്റ്റ് ഇൻ എ ലാർജ് വെസൽ ആൻഡ് എ സ്മോൾ വെസൽ. ഒരു മിൽക്ക് ഒരു ലാർജ് വെസലിലും ഒരു സ്മോൾ വെസലും, ഒരു ചെറിയ പാത്രത്തിലും ഒരു വലിയ പാത്രത്തിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദർ ഈസ് 8 3/4 മിൽക്ക് ഇൻ ദ ലാർജ് വെസൽ. വലിയ പാത്രത്തിലുള്ളത് 8 3/4 ലിറ്റേഴ്സ് ആണ്. ചെറിയ പാത്രത്തിലുള്ളതോ ഇഫ് 1/4 liters of milk is poured from large vessel to small vessel, the quantity of milk in both vessels become the same. അതായത് ഈ ലാർജ് വെസലിൽ നിന്നും 1/4 ലിറ്റർ മിൽക്ക് സ്മോൾ വെസലിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ആവും. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദ സ്മോൾ വെസൽ ഇൻ ദ ബിഗിനിങ്? അപ്പോൾ സ്മോൾ വെസലിൽ എത്ര മിൽക്ക് ആദ്യം ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കണം. അതായത് മിൽക്ക് ഈസ് കെപ്റ്റ് ലാർജ് വെസൽ ആൻഡ് സ്മോൾ വെസൽ.
ഒരു വലിയ പാത്രത്തിലും ഒരു ചെറിയ പാത്രത്തിലും മിൽക്ക് ഉണ്ട്. There is 8 3/4 milk in the large vessel. 8 3/4 liters milk വലിയ പാത്രത്തിലുണ്ട്. അതിൽ നിന്ന് 1/4 മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചാൽ ഇത് രണ്ടും ഈക്വൽ ആകും. ഓക്കെ, മിൽക്കിന്റെ അളവ് ഈക്വൽ ആകും. അപ്പൊ ഇതിൽ ആദ്യത്തെ എത്ര ഉണ്ടായിരുന്നു അതിനോട് 1/3/4 ഒഴിച്ചപ്പോഴാണ് ഇത് ഈക്വൽ ആയത്. അപ്പൊ അത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ദ റിമൈനിങ് മിൽക്ക് ഇൻ ദ ലാർജ് വെസൽ. ഓക്കെ, ആദ്യം ലാർജ് വെസലിലുള്ള മിൽക്ക് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, മിൽക്ക് ലെഫ്റ്റ് 8 3/4 മൈനസ് 1 1/2. അതായത് 8 3/4 നിന്ന് 1 1/2 നമ്മൾ ചെയ്താൽ നമുക്ക് എത്ര മിൽക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റിമൈനിങ് ലാർജ് വെസലിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ 8 3/4 എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ മിക്സഡ് ഫ്രാക്ഷന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. അതായത് 8 × 4 8 × 4 + 3. എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ആക്കുക? 8 × 4 ഇതിനെ 2 ഇൻറ്റു ചെയ്ത് പിന്നെ നമ്മൾ 3 ആഡ് ചെയ്യുക. 8 × 4 എന്ന് പറയുമ്പോൾ 32 32 + 3 35/4. ഇനി 1 1/2 1/2നെ നമ്മൾ എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ 1 1/2 എന്ന് പറയുമ്പോൾ 1 × 2 + 1. ഓക്കെ, അപ്പോൾ 1 × 2 എന്ന് പറയുമ്പോൾ 2 2 + 1 എന്ന് പറയുമ്പോൾ 3 3/2. ഓക്കെ, അപ്പോൾ ഇവിടെ 3/2 ആണ്. എന്താ ഇവിടെ 35/4 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 ഒരേ ഡിനോമിനേറ്ററിലാക്കണം. അപ്പോൾ നമ്മൾ 6/4 ആക്കി. ഓക്കെ, നമ്മൾ ഇൻറ്റു ചെയ്തു, 2 ഇൻറ്റു ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ നമ്മൾ 35/4 മൈനസ് 6/4. അതായത് ലാർജ് വെസലിലുള്ള ലാർജ് വെസലിൽ നിന്നുള്ള മിൽക്ക് നിന്ന് നമ്മൾ മറ്റേ ചെറിയ സ്മോൾ വെസലിലേക്ക് ഒഴിച്ച മിൽക്ക് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 35. ഇവിടെ ഒരേ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് നോ പ്രോബ്ലം, നമുക്ക് ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. 35 - 6 ചെയ്തപ്പം 29/4 കിട്ടി. ഇനി 29/4നെ നമ്മൾ എന്താക്കണം? നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കണം. അപ്പോൾ അതിനെന്താ ചെയ്യുക? 29/4. 4 എത്ര ടൈംസ് 29ൽ പോകും? 7 ടൈംസ് പോകും. 7 × 4 എന്ന് പറയുന്നത് 28 ആണ്. ഓക്കെ, അപ്പം ബാലൻസ് 1. ഇനി നമ്മളിത് എങ്ങനെ എഴുതാം? നമ്മുടെ ഈ ആൻസർ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ബാലൻസ് ഉള്ള ഇവിടെ എഴുതണം, ഈ 4 ഇവിടെ എഴുതണം. അപ്പം നമുക്ക് എത്ര കിട്ടി? 7 1/4 ലിറ്റേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പൊ എന്താണ് കിട്ടിയത്? നമ്മൾ ലാർജ് വെസലിലുള്ള മിൽക്ക് നിന്ന് നമ്മൾ 1 1/4 മിൽക്ക് സ്മോൾ വെസലിലേക്ക് ഒഴിച്ച് നമുക്ക് ഇപ്പോൾ ഉള്ളതാണ് കിട്ടിയത് 7 1/4. ഇനി നമ്മൾ സ്മോൾ വെസലിലുള്ള ആദ്യത്തെ മിൽക്ക് കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ഇനീഷ്യൽ മിൽക്ക് ഇൻ ദ സ്മോൾ വെസൽ ടു ഗെറ്റ് ഇറ്റ്സ് ഒറിജിനൽ എമൗണ്ട്. സബ്സ്ട്രാക്ട് 1 1/2 ലിറ്റേഴ്സ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ ഇതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? 29/4ൽ നിന്ന്, അതായത് 1 1/2 ലിറ്റേഴ്സ്, അതായത് 6/4 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 23/4 കിട്ടും. അത് നമ്മൾ ഇംപ്രോപ്പർ ആയാൽ 5 3/4 ലിറ്റേഴ്സ് കിട്ടും. അപ്പോൾ ഇത് കുറച്ചൊരു പ്രയാസപ്പെട്ട കണക്കാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യണം. ജസ്റ്റ് അഡീഷനും അതേപോലെ തന്നെ മൈനസും ഉള്ളൂ. പക്ഷെ നമ്മൾ കുറേ കാൽക്കുലേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കി ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സം ഓഫ് ദ ഫ്രാക്ഷൻ ഇൻ എ കോളം എ ഈസ് ഗിവൻ കോളം ബി. ഇഫ് ദേ ആർ മാച്ച്ഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി ഇത് മാച്ച് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 1/2 + 1/3 നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കണം. 1/2 + 1/3. അപ്പോൾ 1/2 + 1/3 എന്ന് പറയുമ്പോൾ അതിൻ്റെ കോമൺ ഡിനോമിനേറ്റർ 6 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ 6ലേക്ക് ആക്കണം അല്ലേ? ആദ്യം നമ്മൾ 1/2നെ 6ലേക്ക് ആക്കണം. 1/3നെ നമ്മൾ 6ലേക്കാണ്.
2നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 6 കിട്ടുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ. അപ്പോൾ നമ്മൾ എന്താക്കണം? ഇതിനെയും ന്യൂമറേറ്ററിനെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3/6 കിട്ടുക. ഇനി ഇവിടെ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 6 കിട്ടുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 6 കിട്ടുക. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്തോ. 1 × 2 എന്ന് പറയുമ്പോൾ 2/6. അപ്പോൾ 3/6ഉം 2/6ഉം ആണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3/6ഉം 2/6ഉം നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് 5/6 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ആദ്യത്തേത് 5/6 ആണ്. അത് ഇവിടെ ഉണ്ടോ നോക്കുക. അപ്പോൾ 5/6 ഉണ്ടോ? ഓക്കെ, 5/6 ഉണ്ട് അല്ലേ? അപ്പോൾ എം ടി യു ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ഇനി അടുത്ത 1/3 + 1/5 അതും നമുക്ക് അങ്ങനെ ചെയ്തു നോക്കാം. 1/3 + 1/5 1/3/1/3ഉം 1/5ഉം നമ്മൾ എഴുതുക. ഇതിൻ്റെ കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. ഇനി 15ലേക്ക് കൺവേർട്ട് ചെയ്യണം. 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 50 കിട്ടുക? 5 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 15 കിട്ടുക. അപ്പോൾ 1നെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 5/15 കിട്ടി. ഇനി നമുക്ക് 1/5നെ 15ലേക്ക് കൺവേർട്ട് ചെയ്യണം. 5നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 15 കിട്ടുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 15 കിട്ടുക. അപ്പോൾ നമ്മൾ 1നെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3/15ഉം 5/15ഉം ആണ് കിട്ടിയത്. അത് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 8/15. 8/15 എവിടെ ഉണ്ട്? മാച്ച് ചെയ്തതുമായിട്ടാണ് നോക്കാം. 8/15. ഓക്കെ, ഇവിടെ 8/15 ഉണ്ട്. അപ്പം ഇത് 8/15, അതായത് എൻ വിയുമായിട്ടാണ് മാച്ച് ചെയ്യുക. അപ്പോൾ എൻ വിയു ആയിട്ടാണ്, എം ടി യു ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ഇനി അടുത്ത 1/3 + 1/4 അതും കൂടി ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. 1/3 + 1/4 നമുക്ക് നോക്കാം. 1/3 1/4 ഇതിൻ്റെ രണ്ടിൻ്റെ കോമൺ ഡിനോമിനേറ്റർ എത്രയാണ്? 12 ആണ്. 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക? 4 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ്. അപ്പം നമ്മൾ ന്യൂമറേറ്ററിനെയും 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 4/12. ഇനി നമ്മൾ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക? 3. അപ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്തു 3/12. അപ്പോൾ 4ഉം 3യും നമ്മൾ ആഡ് ചെയ്യുക. അപ്പം 7/12. ഓക്കെ, മാച്ചസ് വിത്ത് യു ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. മാച്ചസ് വിത്ത് യു. അപ്പം മാച്ചസ് വിത്ത് യു ആണ്. അപ്പോൾ ഏതാണ് ഇവിടെ വരുന്നത്? പി യു. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ശരി കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അപ്പം 4A ആണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് 4B ചെയ്യാം. ഓക്കെ, a vessel contains 5 liters of milk. One part of the milk is taken by Harry when it is divided into 6 equal parts, and one part of the milk is taken by Sudha when it is divided into 3 equal parts. അപ്പോൾ ഒരു വെസലിൽ 5 ലിറ്റർ മിൽക്ക് ഉണ്ട്. അതിൽ ഒരു പാർട്ട് ഹരിയും എടുത്തു, അത് 6 ഈക്വൽ പാർട്ടാക്കി. അതിൽ വേറൊരു പാർട്ട് സുധ എടുത്തു, അത് 3 ഈക്വൽ പാർട്ടാക്കി. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ഹരി ടേക്ക്? ഹരി എത്ര പാർട്ട് എടുത്തു, അല്ല എത്ര ലിറ്റേഴ്സ് എടുത്തു? ഹൗ മച്ച് ഡിഡ് സുധ ടേക്ക്? സുധ എത്ര ലിറ്റർ എടുത്തു? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ദേ ഗെറ്റ് ടേക്ക് ടുഗദർ? അവർ രണ്ടാളും കൂടി ഒന്നിച്ച് എത്ര എടുത്തു? ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? അങ്ങനെ 4 കണക്കാണുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം.